എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വഴിപാടും പ്രസാദവും ആത്മീയത്തിൻ്റെ പൂർണ്ണത, ഇതിനെക്കുറിച്ചാണ് രണ്ട് വാക്ക് സംസാരിക്കാൻ പോണത്. ഈ വഴിപാടിൻ്റെ ചൈതന്യം ഉണ്ടല്ലോ, നമ്മളൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പം ആ വഴിപാടിൻ്റെ ചൈതന്യം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രസാദം ഉണ്ടല്ലോ, വഴിപാട് കഴിച്ചാൽ പ്രസാദം കൊടുക്കും. വഴിപാട് കഴിച്ചാൽ അതിൻ്റെ ഒരു പ്രതീകമായിട്ടൊരു പ്രസാദം കൊടുക്കും. അത് നമ്മൾ സ്വീകരിക്കണം. ഭക്തിപൂർവം പ്രസാദം സ്വീകരിക്കണം. അപ്പോഴാണ് പ്രസാദം സ്വീകരിക്കൽ മാത്രം പോരാ, അത് സ്വീകരിച്ച് അത് സേവിക്കണം. സേവിക്കേണ്ടതാണെങ്കിൽ സേവിക്കണം, തൊടേണ്ടതാണെങ്കിൽ തൊടണം. ഇനി ഇനി എവിടെയെങ്കിലും സമർപ്പിക്കേണ്ടതാണെങ്കിൽ അത് സമർപ്പിക്കണം. അങ്ങനെ ഇത് വരുന്ന സമയത്തുള്ള ആ ഒരു നേരിട്ടുള്ള സാന്നിധ്യം ഉണ്ടല്ലോ, അത് സാധ്യമായെങ്കിൽ മാത്രമേ ആ പൂജ നടക്കുന്ന സമയത്തും ആ ഒരു സാന്നിധ്യത്തോട് കൂടിയിട്ട് വേണം ഇരിക്കാം. അപ്പം നിങ്ങളുടെ ഒരാൾ പൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ പൂജ ബുക്ക് ചെയ്തിട്ടുള്ള ആളും അവിടെ ഉണ്ടാവണം ശരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് ഉണ്ടാവാൻ പറ്റിയില്ല വിചാരിക്കുക. പറ്റിയില്ലെങ്കിലും പിന്നീട് എങ്ങനെയാലും പൂജ കഴിഞ്ഞ് പിന്നെ അന്നത്തെ അധികം താമസിക്കാതെ കൊണ്ട് തന്നെ പ്രസാദം വാങ്ങി കൊണ്ടുപോകണം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിക്കും, അങ്ങനെ എത്താൻ പറ്റില്ല. അങ്ങനെ സമയത്തിൻ്റെയൊക്കെ ഇത് വന്നപ്പോൾ ഏർലി മോർണിംഗ് ഗണപതി ഹോമമൊക്കെ ആണെങ്കിൽ ഏർലി മോർണിംഗ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ അവിടെ ചിലപ്പോൾ എത്താൻ പറ്റില്ല. അതിന് ശേഷം ചിലപ്പോൾ വന്നിട്ടാവും ചിലപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാം. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രസാദം വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മൊത്തം ചൈതന്യം നമുക്ക് കിട്ടുക. അപ്പം അതിൽ ഭസ്മം കിട്ടുകയാണെങ്കിൽ ഭസ്മം തൊടണം, ചന്ദനം തൊടണം. ആ നെറ്റിയിൽ ചന്ദനവും ഭസ്മവും കുങ്കുമവും ഇതൊക്കെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ കാണണം. അത് ആൾക്കാർ സാധാരണ അതൊക്കെ തൊടും. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ മാച്ചും കളയും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ എന്താവോ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ ആചാരപ്രകാരം ഇതൊക്കെ അതാ തന്നെ പൊക്കോട്ടെ, നെറ്റിയിൽ നിന്ന് തന്നെ പോയിക്കോട്ടെ, അതേപോലെ അവിടെ ഇരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പിന്നെ പ്രസാദമൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആ പ്രസാദം കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്വഗ്രഹത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് പറയുക. വേറൊരാളുടെ വീട്ടിലേക്ക് പോകരുത്. പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രസാദത്തിൻ്റെ മൊത്തം ചൈതന്യം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം കിട്ടണമെങ്കിൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ, ഗ്രഹത്തിലേക്ക് തന്നെ നമ്മൾ എത്തണം. എന്നിട്ട് അവർക്കും കൂടി പ്രസാദം കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ എത്തി അങ്ങനെ ആകുമ്പോഴാണ് ആ പ്രസാദത്തിൻ്റെയും എല്ലാ വീട്ടിലും ആ ഒരു ചൈതന്യം കൂടുക. ഇങ്ങനെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്ഷൻ, പൂജയിലുള്ള പെർഫെക്ഷൻ പോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രസാദം കിട്ടിയിട്ടുള്ള ഇതിൻ്റെയും ആ മൊത്തം അനുഭവം നമുക്ക് കിട്ടാം എന്നുള്ളതാണ് പറയണത്. അപ്പം ഇങ്ങനെയുള്ള അതിന് സങ്കല്പവും ചെയ്യാറുണ്ട്. സങ്കല്പം നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കണ വല്ല ഇതുകളുണ്ടല്ലോ, നമ്മൾ എന്താണ് നമ്മുടെ പേരെന്താ, ഗോത്രം എന്താ, അതുപോലെ രാശി എന്താ, നക്ഷത്രം എന്താ, അതെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം ആ പ്രസാദം നമ്മൾ വാങ്ങുമ്പോഴും. പൂജ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ വേണം. അതേപോലെ വാങ്ങണ സമയത്തും ഇതെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കണം. നമ്മളുടെയാണ് പ്രസാദം, നമ്മളുടെ പേരിന്നതാണ്, നമ്മുടെ ഗോത്രം എന്നതാണ്, നമ്മുടെ നക്ഷത്രം എന്നതാണ്, രാശി എന്നതാണ്, രാശി എന്ന് പറഞ്ഞാൽ കൂറ്. അപ്പോൾ ഓരോ നക്ഷത്രത്തിന് ഓരോരോ കൂറുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയും കൊണ്ട് ഇത് ചെയ്താൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല.
ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പൂജ കഴിച്ചു കഴിഞ്ഞാൽ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വരിക കേട്ടോ.